ദിനേന കുളിക്കുന്നവരാണ് നമ്മൾ. ആ കുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിയുടെ മുമ്പ് വുളു എടുക്കണം, മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർബന്ധം പോലെ കണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത് എന്ന നിലക്ക് കുളിയുടെ മുമ്പ് ഒരു കാമിലായ വുളു എടുക്കുക. എത്രത്തോളം പണ്ഡിതന്മാര് പഠിപ്പിച്ചു, കുളിക്ക് ഇടയിൽ ആ വുളു മുറിഞ്ഞു പോയാൽ വീണ്ടും അത് പുതുക്കിയെടുക്കൽ സുന്നത്തുണ്ട്. അത്രയും മുഅക്കദായ സുന്നത്തായ വുളു ആണ് കുളിയുടെ മുമ്പുള്ള വുളു. നമ്മൾ ആൾക്കാരൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി വുളു എടുക്കണ കാണാം. അങ്ങനല്ല വേണ്ടത്. ആദ്യം വുളു എടുക്കുക, മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു വുളു. വുളുവിന്റെ ശേഷമാണ് കുളി വേണ്ടത്. ഞങ്ങൾ അനുധാവനം നമ്മൾ ഇങ്ങനെ ശീലമാക്കുക. ഓരോ കൊല്ലം ഓരോന്നും നമ്മളെ കൊണ്ട് ജീവിതത്തിലേക്ക് ഇങ്ങനെ തുന്നിച്ചേർക്കുക. ജീവിതത്തിലുള്ള സുന്നത്തുകളെ കൂട്ടത്തിൽ 10 ദിവസമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഓരോ 10 ദിവസമാകുമ്പോഴും വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നഖം മുറിക്കുക. നഖം മുറിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ പാലിച്ച് മുറിക്കുക. ആദ്യം 2 കൈയും കഴുകണം. കൈയിന്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. അത് തന്നെ വലത്തെ കൈയിന്റെ മുസബ്ബിഹ വിരലാണ് തുടങ്ങേണ്ടത്. മുസബ്ബിഹ വിരൽ തുടങ്ങിയിട്ട് ചെറുവിരലിൽ അവസാനിപ്പിക്കണം. പിന്നെ തള്ളവിരൽ മുറിക്കണം. അങ്ങനെയാണ് തുടക്കം. ഈ 3 ദിവസങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. ആ 3 ദിവസങ്ങളിൽ ഈ ശ്രേഷ്ഠമായ സുന്നത്ത് ചെയ്യുമ്പോൾ കൈയും കാലും മുറിക്കുന്നതിന്റെ മുമ്പ് കഴുകണം. നഖങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം. അത് സുന്നത്താണ്. ഈ സുകൃതം ചെയ്തതിന് നാളെ ആ സ്ഥലം അല്ലാഹുവിങ്കൽ വന്ന് സാക്ഷിയാകും. സ്ത്രീകളുടെ നഖങ്ങളും മുടികളും ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് അത് കുഴിച്ചിടൽ നിർബന്ധവുമാണ്. സഹോദരങ്ങളെ, സ്വകാര്യ ഭാഗങ്ങളിലെ മുടികൾ അതും ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതാണ്. അതിന് വെച്ചിരിക്കുന്ന അവധി 40 ദിവസമാണ്. ഓരോ 40 ദിവസമാകുമ്പോ ആ ശുചീകരണ പ്രക്രിയകളും നടത്തണം. അതും സുന്നത്താണ്. 10 ദിവസമാകുമ്പോ കക്ഷഭാഗത്തുള്ള രോമങ്ങൾ നീക്കണം. അത് സുന്നത്താണ്. ജീവിതത്തിൽ ഈ സുന്നത്തുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വന്നു ചേരുകയാണ്. ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാര്, സ്വഹാബിമാര്, താബിയുകൾ അവിടുത്തെ മാതൃകകൾ കൈവിടാതെ അങ്ങനെ തന്നെ അവലംബിച്ചു പോന്നു. ആ മാതൃകകൾ അങ്ങനെ സൂക്ഷിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് സഹായത്തിനുമെത്തി.